ഇന്ന് നമുക്കപ്പോൾ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? ദേ കുറച്ച് മാങ്ങ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളൊരു മാങ്ങയും കൂടെ അരിഞ്ഞെടുക്കുവാണേ. മാങ്ങയെല്ലാം കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ പിടിച്ച വേപ്പിലയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ മാങ്ങ കുറച്ച് കുറച്ചായിട്ട് അരിഞ്ഞു വെക്കുന്നത്. ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഒരു തട്ടിക്കൂട്ട് മാങ്ങാച്ചാറെന്ന് പറയാം. പക്ഷേ എങ്കിലും നല്ലൊരു മാങ്ങാച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് മാങ്ങയെല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു ഇരുമ്പിൻ്റെ ചട്ടിയിട്ട് ദേ നമ്മുടെ വീട്ടിൽ പിടിച്ച് നമ്മുടെ സ്വന്തം ഇഞ്ചി ഇത് ചതച്ചെടുക്കുവാണേ. ചതച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചട്ടി ചൂടായപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ കുറച്ച് നാളത്തേക്ക് ഈ എണ്ണ ഒഴിക്കുന്നത് കുറച്ച് നാളത്തേക്ക് അച്ചാർ ഇരിക്കാൻ വേണ്ടിയാണേ. നല്ലെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു, ഉലുവ ഇട്ടു, നമ്മുടെ സ്വന്തം ഇഞ്ചി ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇട്ടു, നമ്മുടെ കറിവേപ്പില ഇടാനെടുക്കുന്നു. കറിവേപ്പില ഇട്ടു, കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നുണ്ടേ. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടത് ഇളക്കി മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അച്ചാറിന് വേണ്ട പൊടികൾ, കുറച്ച് മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് അതൊക്കെ ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്ത് വരാനായിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് പുളിയുള്ള മാങ്ങയാണ്, പക്ഷെ ഇത്തിരി കൂടെ ടേസ്റ്റ് വേണമെന്നാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും ചേർത്ത് ദേ നമ്മുടെ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ വിനാഗിരി ഒഴിച്ച് ദേ നല്ല സൂപ്പർ മാങ്ങാച്ചാർ റെഡി.